നഗരത്തിന്റെ ഒത്ത നടുക്ക് ലക്ഷങ്ങൾ പൊട്ടിച്ചൊരു മേൽപ്പാലം ഉണ്ടാക്കി. ആളും ആരവുമായി ഉദ്ഘാടനവും നടത്തി. പട്ടി പോലും തിരിഞ്ഞു നോക്കാത്ത വിധം അനാഥമായി കിടക്കുന്നതിന്റെ താഴെ അപകടങ്ങൾ നിത്യകാഴ്ചയാകുമ്പോൾ ആ പാലത്തിന്റെയും ലക്ഷങ്ങൾ പോയ വഴിയുടെയും ഒരു നേർചിത്രം. ഈ പാലം കൊണ്ട് ഒരാൾക്കും ഉപയോഗമില്ല. ഇത് വന്നതിന് ശേഷം 1-2 അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ക്രോസ് ചെയ്യുമ്പോൾ ഇതുകൊണ്ട് ഒരു വേഗവും ഇല്ല. ഇത് അനാവശ്യ ചെലവാണ്. തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും തിരക്കേറിയ സ്ഥലമാണ് കിഴക്കേക്കോട്ട. തൊട്ടടുത്താണ് പത്മനാഭസ്വാമി ക്ഷേത്രവും ചാല മാർക്കറ്റും. ഇവിടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന ജനങ്ങൾ നേരിടുന്ന വലിയ പ്രശ്നം കാൽനടയായ റോഡ് മുറിച്ച് കടക്കുക എന്നതാണ്. എന്നാൽ 2022 രണ്ടാം പിണറായി സർക്കാരിന്റെ വരവോടെ കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലാണ് 104 മീറ്റർ നീളം വരുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ കാൽനട മേൽപ്പാലം പണിതത്. കിഴക്കേക്കോട്ടയിലെ തിരക്കിനിടയിൽപ്പെടാതെ സുഗമമായി റോഡ് മുറിച്ച് കടക്കാനുള്ള സൗകര്യമായാണ് ഇത് നിർമ്മിച്ചത്. ഞാനിവിടെ കുറേ നേരമായിട്ട് നിൽക്കുകയാണ്. ഇതുവരെ ആരും ഈ ഒരു പാലത്തിൽ കൂടെ കയറി പോയിട്ടില്ല. ഇതാണ് ഗാന്ധി പാർക്കിനടുത്തുള്ള ഈ പാലത്തിലേക്ക് കയറാനുള്ള ഒരു എൻട്രൻസ്. കിഴക്കേക്കോട്ടയിലെ കാൽനട മേൽപ്പാലത്തിന്റെ ഒരു എൻട്രൻസ് ആണിത്. തിരുവല്ലം, കോവളം, വിഴിഞ്ഞം എന്നീ സ്ഥലങ്ങളിലേക്ക് ആളുകൾക്ക് പോകാനുള്ള ഒരു ബസ് സ്റ്റോപ്പാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇത്രയും സ്റ്റെപ്പൊക്കെ കയറി വരുന്ന ശരിക്കും പ്രായമായവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. എന്നാലും യങ്സ്റ്റേഴ്സിനെ ഇവിടെ കാണുന്നില്ല. പക്ഷെ നമുക്കിവിടെ ലിഫ്റ്റിന്റെ സൗകര്യം അവൈലബിൾ ആണ്. എന്നാൽ നമുക്ക് ഇവിടെ കുറച്ച് നേരം നോക്കാം ആരെങ്കിലും വരുമോ എന്ന്. ഈ ഒരു കാൽനട മേൽപ്പാലത്തിന്റെ കോറിഡോറിൽ കൂടെയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. ഒരുപാട് നേരമായിട്ട് നോക്കിയിട്ടും ഇതുവഴി ഒരൊറ്റ മനുഷ്യന് പോലും കടന്നു പോകുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം ഇത്രയും ഫലപ്രദമായിട്ടൊരു മേൽപ്പാലം ഉണ്ടായിട്ടും ആളുകൾ അത് ഉപയോഗിക്കുന്നില്ല? അതിന്റെ കാരണം എന്തുകൊണ്ടാവാം? നമ്മൾ 10-27 വർഷം കൊണ്ട് ഇവിടെ കിടന്ന് ഓടാണ്. ഈ പാലം കൊണ്ട് ഒരാൾക്കും ഉപയോഗമില്ല. ഇത് വെറുതെ കെട്ടിയിരിക്കുകയാണ്. അതേ സമയത്ത് 2 അണ്ടർപാസ് കൊടുത്തിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് പോകുമായിരുന്നു. ട്രാഫിക് ബ്ലോക്കും ഇല്ല, ബുദ്ധിമുട്ടുമില്ല, അപകടവും കുറയുമായിരുന്നു. ഇത് വെറുതെ കെട്ടിയിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഈ വയസ്സായ ആളുകൾ ആരും ഈ പടി കയറി പോവില്ല. അല്ലെങ്കിൽ ലിഫ്റ്റ് കയറി പോയാലും അടുത്ത പടി ഇറങ്ങി പോകാനുള്ള കഴിവില്ലാത്ത ആളുകളാണ്. ചെറുപ്പക്കാരല്ല ഇതിലേക്കൂടെ മതിലടിയൊക്കെയാണ് പോകുന്നത്. അതിന് 2 അണ്ടർപാസ്സാണ് കൊടുത്തിരുന്നതെങ്കിൽ ഇതുകൊണ്ട് വലിയ ഉപയോഗം ഉണ്ടായിരുന്നു. റോഡ് ബ്ലോക്ക് വരില്ല, നല്ല രീതിയിൽ പോകുമായിരുന്നു. പക്ഷേ ഇതിങ്ങനെ കെട്ടിയെന്തരാണ് അവർ ഉദ്ദേശം നമുക്കറിഞ്ഞൂടാ. ഇത് വയസ്സായവരാരും ഒരു 50 വയസ്സിന് മുകളിലുള്ള ഒരൊറ്റ വ്യക്തികളും ഈ പാലം കയറി പോകണം നമ്മൾ കണ്ടിട്ടില്ല. വർഷങ്ങൾ കൊണ്ട് ഇവിടെ കിടന്നോടെ ഈ മേൽപ്പാലത്തിൽ യാത്രക്കാർ ആരും കയറി റോഡ് ക്രോസ് ചെയ്യണമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ആളുകളെല്ലാം ഇപ്പോഴും പഴയതുപോലെ തന്നെ കുറുകെ ചാടി തന്നെയാണ് പോണത്. സീബ്ര ലൈനും നോക്കാറില്ല, കുറുകെ ചാടി തന്നെയാണ് പോണത്. ഇതുകൊണ്ട് അപകടങ്ങളും കൂടുതലാണ്. ഈ ഇടയ്ക്ക് 2-3 അപകടം ഇവിടെ അടുത്തടുത്തുണ്ടായി. ഇത് ആളുകൾ പ്രയോജനപ്പെടുത്തുന്നില്ല. കോടികൾ ചിലവാക്കി പണിതല്ലാതെ ആരും പ്രയോജനപ്പെടുന്നില്ല. ഇതിന് ശേഷം തന്നെ ഇത് വന്നതിന് ശേഷം 1-2 അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ക്രോസ് ചെയ്യുമ്പോൾ ബസ് തട്ടിയും KSRTC പ്രൈവറ്റ് ബസ് എല്ലാം തട്ടി ഒരുപാട് അപകടങ്ങൾ 1-2 അപകടം സംഭവിച്ചിട്ടുണ്ട്. ആൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത് പ്രയോജനപ്പെടുത്തുന്നില്ല. അത് ക്രോസ് ചെയ്ത് വന്ന് സംഭവിക്കുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. പക്ഷേ ഇതുകൊണ്ട് ജനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നില്ല. ആരും ഈ സ്റ്റെപ്പ് കയറി പോകാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം. അല്ലെങ്കിൽ ലിഫ്റ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇതൊന്നും ഉപയോഗിക്കാതെ ക്രോസിങ്ങിനെ ശ്രദ്ധിക്കുക. അശ്രദ്ധമായ ക്രോസിങ്ങിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. അല്ലെങ്കിൽ സിഗ്നലാകുമ്പോൾ ക്രോസ് ചെയ്താൽ ഒരു അപകടം ഉണ്ടാകത്തില്ല. അത് ഒഴിവാക്കാൻ ചെയ്ത് ഇത് പ്രയോജനപ്പെടുത്തുന്നില്ല, ജനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നില്ല. ഇവിടെ ആളുകൾ ഇത് പാലം ഉണ്ടെങ്കിലും ഈ ഇതിൽ മുകളിൽ കയറുന്നത് നമ്മൾ കൂടുതൽ കാണുന്നുമില്ല. കൊച്ചു പിള്ളേരൊക്കെ പോകും വരും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൽ ഇപ്പം പഴയതുപോലെ അതിൽ പോകാൻ പറയും തന്നെ ചെയ്യുന്നുണ്ട്. ഞാൻ ഈസ്റ്റ് പോട്ട് കട ഇട്ടിരിക്കുന്നതാണ്. ഈസ്റ്റ് പോട്ട് ആ പാലത്തിൻ്റെ അടുത്ത് വിഴിഞ്ഞ ബസ്സിൻ്റെ ഓപ്പോസിറ്റ് കട ഇട്ടിരിക്കുന്നതാണ്. പക്ഷേ പാലം വന്നതിന് ശേഷം എല്ലാവർക്കും ഒരു പ്രയോജനം ഒന്നുമില്ല. എല്ലാവരും പഴയതുപോലെ തന്നെ അതിൽ കടന്ന് പോവുകയാണ്. സ്കൂൾ പിള്ളേർ കയറി അല്പം നേരം നിൽക്കുന്നു, പോകുന്നു. അല്ലാതെ
വയസ്സായ ആളുകൾക്ക് പിന്നെ ഇതിലങ്ങനെയുള്ളവരൊന്നും കയറി പോകണില്ല. അവർ നേരെ ഇതിലാണ് പോണത്. ഇതുകൊണ്ട് ഒരു വേഗവും ഇല്ല. പിന്നെ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഇങ്ങനെ തിരക്കിലൂടെ തിരക്കിൽ ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ആവശ്യമില്ല. തിരക്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകണം, ആളുകൾ ശ്രദ്ധിക്കാതെ അപകടം വരാം. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. അല്ലാതെ ഈ പാലം കൊണ്ട് എന്തായാലും ഒരു ഉപകാരമില്ല. ഇത് അനാവശ്യ ചിലവാണ്. കാരണം സർക്കാർ അത് ചെയ്തു വെച്ചത് വേറെ എന്തെല്ലാം ഇതുണ്ട് അതൊന്നും ചെയ്യാതെ ഈ സർക്കാർ ജനങ്ങളെ മുടിപ്പിച്ച് നമുക്ക് ഇതൊരു ഉപയോഗമില്ലാത്ത കേസാണ്. ഞങ്ങൾ മെയിൻലി ക്ലാസ്സിന് പോകാനായിട്ട് ഇതിലെ ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒത്തിരി ടൈം ഡിലേ വരുമ്പോഴൊക്കെ സ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്യാറുണ്ട്, ഡയറക്റ്റ് ഇതിലെ ക്രോസ് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ നല്ല ക്രൗഡാണ്. ഇന്നേ വരെ ഞാൻ ഈ ബ്രിഡ്ജിൽ ക്രൗഡ് കണ്ടിട്ടില്ല, ഒരു പ്രാവശ്യം പോലും കണ്ടില്ല. ആരും യൂസ് ചെയ്ത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഇവിടെ മെയിനായിട്ട് ഏജ്ഡ് ആയിട്ടുള്ളവരൊക്കെയാണ് ഒത്തിരി പേര് പാസ് ചെയ്യുന്നുണ്ട്. അവർക്ക് അറിയില്ല ലിഫ്റ്റിൻ്റെ യൂസേജ് ഉണ്ടെന്നോ. അവർക്ക് സ്റ്റെയർ കയറാൻ പറ്റില്ല എന്തായാലും. ലിഫ്റ്റിൻ്റെ പ്രവർത്തനം അവർക്ക് ഫെമിലിയർ അല്ലാഞ്ഞിട്ടായിരിക്കാം. കുട്ടികളും അധികം പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. മെയിൻലി ഇവർക്ക് സ്റ്റെപ്പ് കയറാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും ഇതിൻ്റെ ഫെസിലിറ്റീസ് അറിയാഞ്ഞിട്ടായിരിക്കും യൂസ് ചെയ്യാത്തത്. ഞങ്ങൾ പാളയത്താണ്. പിന്നെ ഇവിടെ വരുമ്പോഴും ഇതിൽ സ്റ്റെപ്പ് കയറി ഇറങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട്, പിന്നെ ഇതിലിപ്പം ഇപ്പോഴും നിങ്ങൾ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ച് അല്ലാതെ ഒരറിവൊന്നുമില്ല. നമ്മൾ താഴെ വഴി ക്രോസ് ചെയ്ത് പോവുക ചെയ്യാറ്. നമ്മളിൽ മേലത്തെ സ്റ്റെപ്പ് യൂസ് ചെയ്യാറില്ല. പിന്നെ പൊതുവേ നമ്മൾ എളുപ്പ വഴി നോക്കുമ്പോൾ ക്രോസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വരാനായിട്ട് ക്രോസ് ചെയ്യുന്നു, അതിന് പോകുന്നു. നമ്മുടെ പാലത്തിന്റെ താഴെ പഴം കച്ചവടം നടത്തുന്ന ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ചേച്ചി, ഈ ഒരു മേൽപ്പാലം ഈ മേൽപ്പാലം കൊണ്ട് ഇതിന് ലവ് ബേഴ്സിനാണ്, അതായത് കോളേജിൽ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കുമാണ് ഉപയോഗം. അല്ലാതെ കാൽനടക്കാർക്കായിട്ട് യാതൊരു ഉപയോഗവും ഇല്ല. ഇതുകൊണ്ട് പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. പിള്ളേരെ പോലീസ് പിടിക്കുകയും പിള്ളേർ വീണ്ടും വീണ്ടും വന്നു പോവുകയും, ഒരു സമയമായി കഴിഞ്ഞാൽ ഇപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ അതിനകത്ത് ലൈറ്റില്ല, വെട്ടവും വെളിച്ചവും ഇല്ലാതെ വരുമ്പോഴത്തേക്കും കൂടുതലും സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കുമാണ് അത് ഉപയോഗം. അല്ലാതെ കാൽനടക്കാർക്ക് ഇതുകൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല. ഇത് ഒരു എളുപ്പ വഴിയല്ലേ, ഇത്രയും ക്രോസ് ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് ചെയ്യേണ്ട എളുപ്പ വഴി ഇത് തന്നെയാണ്. കാരണം ഇവിടെ നിന്ന് അപ്പുറത്തുള്ളവർക്കാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങറ്റം വരെ പോയി അവർ നടന്ന് ഇവിടെ കയറി വരണം. അത് പ്രായമായവരെ കൊണ്ട് താങ്ങത്തില്ല, വയസ്സായ അമ്മമാരെ കൊണ്ടൊന്നും പറ്റത്തില്ല. പിന്നെ ഇതുണ്ടെങ്കിലും ഇതുവഴി തന്നെയാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പോവുകയും. എങ്ങനെ അത് എല്ലാ അമ്മമാർക്കും അറിയത്തില്ല. അത് വയസ്സായ അമ്മമാർക്കൊന്നും അറിയത്തില്ല അതിനെപ്പറ്റി. അത് ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ മാത്രമേ, അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു സൈഡിൽ കയറിയിട്ട് ഒരു സൈഡിൽ ഇറങ്ങാം. ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല, സ്റ്റെപ്പ് തന്നെ ഇറങ്ങണം. അപ്പോൾ അത് വയസ്സായ അമ്മമാർക്കും അച്ഛന്മാർക്കും അത് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് അതുകൊണ്ട് നല്ല ഉപയോഗമാണ്. കിഴക്കേക്കോട്ടയ്ക്ക് അടുത്തുള്ള ഈ ഒരു കാൽനട മേൽപ്പാലം ആളുകൾക്ക് റോഡ് എളുപ്പത്തിൽ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിർമ്മിച്ചത്. എന്നാൽ പ്രതികരണം വച്ച് നോക്കുമ്പോഴും അടുത്തറിഞ്ഞ് നോക്കിയപ്പോഴും ആളുകൾക്ക് ഇത് പ്രയോജനപ്രദമായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുപോലെ ഒരുപാട് നിർമ്മിതികൾ തിരുവനന്തപുരം സിറ്റിയിൽ ഇപ്പോഴും ഉണ്ട്, ആളുകൾക്ക് പ്രയോജനപ്രദമല്ലാത്തത്. മറ്റൊരു സ്റ്റോറിയുമായി വീണ്ടും കാണാം. Until then, this is Aisha Hari signing off.